ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ ആട്ടോ ഇത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള കുപ്പാടി അമ്പലത്തിൽ പൊങ്കാലയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തതാണ്. കൂടുതൽ സമയം നിന്ന് വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ, പിള്ളേർക്ക് സൺഡേ സ്കൂൾ ഉള്ളതുകൊണ്ട്. ടോക്കൺ നമ്പർ 1 മുതൽ 556 വരെ താഴെ ഭാഗത്തും 557 മുതൽ 750 വരെ രാവിലെ നല്ല മഞ്ഞായിരുന്നേ, അതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണ്. വെളുപ്പിന് നല്ല മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ നനഞ്ഞു കുളിച്ച് കിടക്കുന്ന പ്രകൃതി ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചൊക്കെ നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയത്. വെളുപ്പിന് മഴ പെയ്തു, അറിഞ്ഞില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. മഴയ്ക്ക് മുമ്പായിട്ട് ഉള്ളൊരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ വെളുപ്പാൻ കാലത്ത് മഴ പെയ്തൊന്നും അറിഞ്ഞില്ല. ഉറക്കത്തിൽ പിന്നെ ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്ന പോലൊക്കെ എനിക്ക് തോന്നിയെന്നൊക്കെ എന്നോട് രാവിലെ എഴുന്നേറ്റ് പറയുമായിരുന്നു കേട്ടോ. ഈ ഒരു ബ്രഷ് സുഖമില്ല, ഈ പാത്രങ്ങൾ ബ്രഷ് എടുക്കാം, മറ്റേതായിരുന്നു ഇത് മേടിച്ചില്ല ഇങ്ങനത്തെ ഇതില്ലേ, ഇത് നല്ല ബ്രഷായിരുന്നു. അത് കഴുകി ഉണക്കണം. കോഴിക്കെന്താ തീറ്റ ഉണ്ടോ? അവിടെ ആ ചെടികളെല്ലാം കൂടെ വെച്ചേക്കുന്നത് വഴിയില്ല നടക്കാൻ. ഒതുക്കി വെക്കത്തില്ലായിരുന്നു. അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മാറ്റി വെക്കുക. അത് ഇച്ചിരി കൂടെ ഒതുക്കി വെക്കണം. അവിടെ ഇരിക്കുമ്പോൾ എന്തോ പോലെ എല്ലാം കൂടി ഇങ്ങനെ നിരന്നിരിക്കുന്നു പോലെ തോന്നാം. ചായ വേണം. ഇന്നിപ്പോൾ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുറച്ച് അരി ഇട്ടിട്ട് ചോറ് വെച്ചാൽ മതി. ചേട്ടായിക്കും അക്കുവിനും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം മതി. തലേദിവസം കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയുണ്ട്, അതൊക്കെ ഇരിപ്പുണ്ട്. ഉച്ചക്കത്തേക്ക് എനിക്ക് കഴിക്കാനുണ്ട്. പിന്നെ പിള്ളേർ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പം ചോറോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ കഴിക്കുന്നത്. പലഹാരം ഒന്നും കഴിച്ചാൽ അവർക്ക് വിശപ്പ് മാറത്തില്ല. വൈകുന്നേരം വരുമ്പോൾ നല്ല വിശപ്പാണ്. ഞാൻ പലഹാരം എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ അവർ അത് കഴിച്ചേച്ച് ശകലം ചോറും കൂടെ കഴിക്കുവേ. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം കൊടുക്കാനുള്ള നെയ്ച്ചോറൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ അക്കുവിനും ചേട്ടായ്ക്കും കൊണ്ടുപോകാനായിട്ട് റൈസ് കുക്കറിൽ വെക്കണ്ട, കുക്കറിലാകുമ്പോൾ എളുപ്പം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരി ഇട്ടിട്ട് അങ്ങനെ ചോറ് വെച്ചതാണ്. ഇങ്ങനെ കുറച്ചേറെ വെള്ളം വെച്ചിട്ട് ചോറ് വെക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോവുകയും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ചേട്ടായി ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് അടുക്കളയിൽ മിണ്ടാനും പറയാനും ഒക്കെ കൂട്ടിന് ആളും കൂടെ ആയി കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് ഓരോരോ വ്യായാമങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ക്ലാസ്സുള്ള ദിവസം ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് നേരത്തെ എഴുന്നേറ്റിട്ടില്ല, അല്ലെങ്കിൽ അവളായിരിക്കും മിക്കവാറും ആദ്യം എഴുന്നേൽക്കുന്നത്. ഞാനിപ്പോൾ റേഷനരിയുടെ ചോറാണ് ഉണ്ടാക്കിയേക്കുന്നത്. റേഷനരി വെച്ച് തന്നെ ഇത്രയും നന്നായിട്ട് ചോറുണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എല്ലാ അരി വെച്ചിട്ടും നന്നായിട്ട് ചോറുണ്ടാക്കാൻ പറ്റുമല്ലോ. റേഷനരിക്ക് ഒരു വിസിൽ മതി, ബാക്കിയുള്ള അരിക്ക് കുറച്ച് അരിയുടെ വേവ് അനുസരിച്ച് വിസിൽ കൂടുതൽ വേണ്ടി വരും. ഇതാണ് എൻ്റെ നാഴി. ഇതിനകത്ത് 3.5 ഗ്ലാസ്സാണ് 1 കിലോ അരി. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് ചോറ് വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരി വരെ 5 ലിറ്ററിൻ്റെ കുക്കറിനകത്ത് വെക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വെക്കണമെന്നേ ഉള്ളേ.
മുക്കാൽ പാത്രം കുക്കറിൽ വെള്ളം വെക്കാവുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം വെച്ചാൽ തിളച്ച് തൂകി അടുപ്പിലെല്ലാം ആകെപ്പാടെ വൃത്തികേടും അഴുക്കും ഒക്കെ ആവും. അതുകൊണ്ട് മുക്കാൽ പാത്രം കുക്കറിൽ വെള്ളമേ വെക്കാവുള്ളേ. ചോറ് വെന്ത വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളം നിറച്ചൊഴിച്ചിട്ട് തവി കൊണ്ടൊന്ന് ചുറ്റിച്ച് ഇളക്കിയിട്ടാണ് വാർത്തിടുന്നത്. കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷറും വിസിലും എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഊറ്റിയിട്ടാൽ മതി. കുക്കറിൽ തന്നെ ചോറ് ഊറ്റിയിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ട്രൈപോഡിൻ്റെ അടിവശം കണ്ടോ, ഇതുപോലെ ഇച്ചിരി വലിപ്പമുള്ളതാണ്. എനിക്കവിടെ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഊറ്റിയിടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നുന്നത്. ചോറ് വെന്ത വെള്ളം ഊറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചിട്ടാണല്ലോ ഊറ്റിയെടുത്തത്. അങ്ങനെ പച്ചവെള്ളം ഒഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാലും മതി. ഞാൻ സാധാരണയായിട്ട് പച്ചവെള്ളം ഒഴിച്ച് തന്നെയാണ് കേട്ടോ ചുറ്റിച്ച് എടുക്കുന്നത്. ചോറൊന്നും വെന്ത് പോയിട്ടില്ല, കുഴഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നല്ല ചോറായിട്ട് തന്നെ കിട്ടും. ഒരു വിസിലടിച്ചിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. ചില റേഷനരി പെട്ടെന്ന് വേകുന്നതായിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് 15 മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ ബാക്കി പ്രഷർ തുറന്ന് വിട്ടിട്ട് സാധാരണ പോലെ തന്നെ ഊറ്റിയിട്ടാൽ മതിയേ. പാലക്കാടൻ മട്ട, കുറുവ അങ്ങനത്തെയൊക്കെ ഞാൻ ഒരു വിസിലടിച്ചിട്ട് 15 മിനിറ്റ് സിമ്മിലും കൂടി ഇട്ടിട്ട് വേവിക്കും. എന്നിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് സാധാരണ ഊറ്റുന്ന പോലെ ഊറ്റിയെടുക്കുന്നത്. അരി ഏതായാലും ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലും കൂടെ കഴുകിയിട്ടാണ് ഇടുന്നത്. റേഷനരി ആണെങ്കിലും നല്ലരി ആണെങ്കിലും ചൂടുവെള്ളത്തിലും കൂടെ കഴുകും. വെള്ളം തിളച്ചിട്ടല്ല ഞാൻ അരി ഇടുന്നത്, പച്ചവെള്ളത്തിലേക്ക് തന്നെയാണ് അരി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ചോറ് കിട്ടും. ഒട്ടിപ്പിടിക്കത്തും കുഴഞ്ഞു പോകത്തും ഒന്നുമില്ല. പിന്നെ ചേട്ടായി വന്നപ്പം വെറൈറ്റി ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്ന കേട്ടോ, ഈ ബീൻസിൻ്റെ വിത്തുണ്ടല്ലോ, അത് വറുത്തതാണ്. കാണാനുള്ള വെറൈറ്റിയേ ഉള്ളൂ, കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞ കളറിലുള്ള വത്തക്ക ഉണ്ടല്ലോ, അതും ഇതുവരെ ഇവിടെ മേടിച്ചിട്ടില്ല. അതുപോലെ വയലറ്റ് ക്യാബേജും ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി അതും ഒരു ദിവസം മേടിച്ച് നോക്കണം. മഞ്ഞ വത്തക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും റെഡ് കളറിന് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത്. റേഷനരി ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പം 20 മിനിറ്റ് കൊണ്ട് ചോറാവും. ഗ്യാസും സമയവും ഒക്കെ ലാഭം കേട്ടോ. മഴ ചാറുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. അപ്പൊ മോളിൽ നിന്ന് തുണി മൊത്തം എടുത്തായിരുന്നോ? ഈ ഷാമ്പൂവിന്റെ കുപ്പി വിടാറിട്ടെ. ചേട്ടായി തലേദിവസം കുറച്ച് തൈകൾ നട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറെ കുറച്ച് ചെടികളും എല്ലാം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. ഇന്ന് വൈകുന്നേരവും ചെറുതായിട്ട് മഴയൊക്കെ ചാറിയതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. പിന്നെ വെളുപ്പാങ്കാലത്ത് നല്ല മഴ പെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളം ഒഴിക്കുന്ന പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വാരി കോഴിക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോകണം. അക്കു എത്രയിലാണ് പഠിക്കുന്നതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കു 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അവൾക്ക് 5-ാം തീയതിയാണ് എക്സാം. സാമ്പാർ, പിന്നെ ഒരു പേരില്ല, പയറുപ്പേര്. പയറാ? ചുമന്ന പയറാണോ വള്ളിപ്പയറാണോ? ചുമന്ന പയർ, അത് വൻപയർ. കുഞ്ഞൂട്ടൻ ഇന്ന് ട്യൂഷനില്ല? ഇന്ന് ട്യൂഷനില്ലേ മോളിലെ വായനശാല? പോയില്ല? എന്നാ പറ്റി? ചായ കുടിച്ചോ? ഇതുണ്ടായിരുന്നോ കുഞ്ഞു? ഹോംവർക്ക് ഉണ്ടോ? വൈകുന്നേരം ആയപ്പോൾ അമ്മച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.